നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും സ്വയം അകന്നതാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ ഒരു വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയതാണോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ആദ്യം വളരെ സ്നേഹവും കരുതലും കാര്യങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷം ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്, നിങ്ങൾ ഈ ജീവിതത്തിൽ എന്താ പറയുക അനുഭവിച്ചിട്ടില്ലാത്തൊരു തരത്തിലുള്ളൊരു ഫീലിങ്സ്, സ്നേഹം, പ്രൊട്ടക്ഷൻ എല്ലാം ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോഴത്തെ ഒരവസ്ഥ ഒരു സമ്മർ അവസ്ഥയിലാണ്, ഭയങ്കരമായിട്ടുള്ളൊരു വരൾച്ചയിലാണ് നിങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സ്നേഹത്തിൻ്റെ വരൾച്ച, അതായത് സ്നേഹക്കുറവ് ഇവിടെ നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ളൊരു വരൾച്ചയുടെ കൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വെള്ളം കുടിച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് പലതായിട്ട് തരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ നിങ്ങളെ ഹാപ്പി ആക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നിന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഹാപ്പി ആക്കുന്ന എന്താണെങ്കിലും നിങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫുഡ് കൊണ്ടുവച്ചാൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ കഴിക്കാനുള്ളൊരു മനസ്സ് പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് കാണിക്കുന്നത്. ഒരു ഫുഡ് കിട്ടുമ്പോൾ ചിലർക്ക്, എനിക്കങ്ങനെയാണ്, എൻ്റെ ആഗ്രഹിക്കുന്ന ഒരു ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമായിരിക്കും. സോ ഈ ഒരു സമയത്ത് അത്തരത്തിലുള്ള ആൾക്കാർക്ക് പോലും ആ ഒരു സന്തോഷം പോലും അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടിലാണ് അവർ. മാനസികമായിട്ടുള്ള തളർച്ച ഞാനവിടെ കാണുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ ആദ്യം നിങ്ങൾക്ക് തന്നിരുന്ന ആ ഒരു വല്ലാത്തൊരു ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് വാക്കുകളിൽ കൂടെ പറയാൻ എനിക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാമുകനായിരിക്കാം, അച്ഛൻ്റെ ഫീലിങ്സ്, ഒരു അമ്മ, ഒരു ബ്രദർ, അല്ലെങ്കിൽ ഒരു സിസ്റ്റർ, എല്ലാം ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ വ്യക്തിയോടും തോന്നാവുന്ന എല്ലാ തരത്തിലുള്ള ഫീലിങ്സും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൻ്റെ അടുത്തും തോന്നിയിട്ടുണ്ടായിരിക്കും, തിരിച്ചിങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആ ഒരു പേഴ്സണിൻ്റെ അടുത്ത് വളരെ കുട്ടിയാണ്, മെച്യൂർഡായിട്ട് ഫീൽ ചെയ്യുന്ന ചില സമയം ഉണ്ടായിരിക്കും. എന്നാൽ ഭയങ്കരമായിട്ടുള്ളൊരു കുട്ടിക്കളിയും അല്ലെങ്കിൽ കുട്ടിത്തം എല്ലാം ഈ ഒരു പേഴ്സണിൻ്റെ അടുത്ത് നിങ്ങൾക്ക് നടക്കുന്നുണ്ടായിരിക്കും. അത്രമാത്രം ഭയങ്കരമായിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആദ്യ കാലഘട്ടത്തിലെ ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ അവർ തന്നിരുന്ന പരിഗണനയൊന്നും പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ മുതൽ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. സോ അവിടെ ഒരുപാട് വ്യത്യാസങ്ങൾ ആ പേഴ്സൻ്റെ സ്വഭാവത്തിൽ വന്നിട്ടുണ്ടായിരിക്കണം. സോ അത് ഇവിടെ നിന്ന് എനിക്ക് കാണുന്നത് മറ്റാരെങ്കിലും എന്നുദ്ദേശിക്കുന്നത്, ഇവിടെ കുറേ പേർക്ക് തേർഡ് പാർട്ടി എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഈ ഒരു കാര്യത്തിലേക്ക് യൂണിവേഴ്സ്, നമ്മൾക്ക് ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടി ആണ് നിങ്ങളെ മാറ്റി നിർത്തുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിയെ നിങ്ങൾക്കിടയിൽ ഇട്ട് തന്നിട്ടുള്ളത് ഇവിടെ മിക്കവാറും പേർക്ക് അതൊരു യൂണിവേഴ്സ് പ്ലാൻ പ്രകാരമാണ് കാണുന്നത്. സോ ആ തേർഡ് പാർട്ടിയെ നിങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന് അവിടെ യൂണിവേഴ്സ്, അവിടെ ഒരുപാട് നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും പലതുമായിട്ട് മറയ്ക്കുന്നുണ്ട്, എന്തൊക്കെയോ അവിടെ സൈഡിൽ സംഭവിക്കുന്നുണ്ട്. മറ്റാരുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ തന്നെ തോന്നിയിട്ടുണ്ടാവണം. ഓക്കെ, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു സത്യം. നിങ്ങളത് യൂണിവേഴ്സായിട്ട് തന്നെ അറിയിക്കുന്ന പല സിറ്റുവേഷൻസുകളും വരുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾക്കൊരു ഇന്നർ ഫീലിങ്സ് അതിൽ തരുന്നുണ്ടായിരിക്കണം യൂണിവേഴ്സ്. ഓക്കെ, കുറേ പേർക്ക് ഇവിടെ ഒരു ലൈക്ക്, അതായത് കുറേ പേർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു 5 to 10% ആണ് എനിക്കിവിടെ പറയാൻ കഴിയുന്നത് ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കാണുന്നുണ്ട്. പലരെയും അത് മറ്റുള്ളവരാൽ, അതായത് നിങ്ങൾക്കിടയിലെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സോ നിങ്ങളല്ലാതെ ഒരാളെങ്കിലും എക്സ്ട്രാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ അവരിൽ എന്തോ ഒരു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് നിങ്ങളിലേക്ക് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇടയിൽ ഭയങ്കരമായിട്ട് ബ്ലോക്കേജസ് വരുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. ഓക്കെ, ചിലർക്ക് ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് കിടന്ന് വലയുന്ന കുറച്ച് എനർജീസിന് ഇവിടെ കാണിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എത്ര ഉണ്ടെങ്കിലും നിങ്ങളത് സഹിക്കാൻ തയ്യാറായിരുന്നു, മുന്നോട്ട് പോകാനും തയ്യാറായിരുന്നു. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്ന് ഇപ്പം ഈ ഒരു അകൽച്ച കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മരിക്കാൻ വരെ തോന്നുന്നുണ്ടെന്നൊരവസ്ഥ. നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ആരൊക്കെ ഉണ്ടെങ്കിലും മുന്നോട്ടേക്ക് പോകാനൊരു സന്തോഷം, ഇനി ജീവിക്കണം എന്നില്ല എന്നുള്ളൊരു തോന്നലാണ് ഏറെക്കുറെ പേർക്കും ഇതിലൂടെ വ്യക്തമാകുന്നത്. സോ ഈ ഒരു വ്യക്തിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരായിട്ട് സ്വയം അകന്നതല്ല കേട്ടോ. മറ്റുള്ള പല എനർജീസ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് എനർജി തന്നെ നിങ്ങളെ അകറ്റിയതാണ്. കാരണം ഈ ഡിവൈൻ കണക്ഷനിൽ നിങ്ങൾ ചിലത് നേടണം. ഓക്കെ, അതിനെ പുഷ് ചെയ്യുകയാണ് യൂണിവേഴ്സ്. ഒരു കാര്യവും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടാനുള്ളൊരു കഴിവുണ്ട്. അത് മനഃശക്തി എന്ന് പറയും, മാനിഫെസ്റ്റേഷൻ പവർ എന്ന് പറയും.
ആ ഒരു മനഃശക്തി ഉണ്ട്, അതിലേക്ക് എത്തിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളെ ട്രൈ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഏതൊരു കാര്യവും നിങ്ങൾക്കത് മനസ്സുകൊണ്ട് ഏത് കാര്യമാണോ ആഗ്രഹിക്കുന്നത്, അത് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് അത് എത്തിച്ചു തരും. പക്ഷേ എത്തിക്കണമെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു പരീക്ഷണമുണ്ട് അവിടെ, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചാൽ മാത്രം, അതായത് അവരെ നിങ്ങൾ അകറ്റി, അപ്പോൾ അകറ്റി അവർ വരണ വരെ നിങ്ങൾ അവരെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നല്ല, അവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ കരഞ്ഞിരിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് അതൊരിക്കലും നിങ്ങൾക്ക് എത്തിച്ചു തരില്ല. കാരണം ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അച്ഛനമ്മ ആഗ്രഹിക്കുന്നത് എന്താ, നമ്മൾ കരഞ്ഞിരിക്കരുത്, സന്തോഷത്തോടു കൂടി ഇരിക്കണം. സോ അച്ഛനമ്മയും പല കാര്യത്തിലും നമ്മളെ വഴക്ക് പറഞ്ഞു പിന്നോട്ട് നിർത്തും. അത് നമുക്ക് നല്ലതല്ല എന്ന് വിചാരിച്ചിട്ടാണ്. അത് മാത്രമല്ല നമ്മളെ പഠിക്കാൻ അയക്കുന്നത്, കുറേ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ അയക്കെങ്കിലും അത് പഠിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നന്നായിട്ട് വഴക്ക് പറയും, ചില പഠിക്കും അല്ലേ, ചില കാര്യങ്ങൾക്ക് അച്ഛനമ്മയും നന്നായിട്ട് തടസ്സം നിന്ന് അടിക്കുക, അത് നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണ് അല്ലേ. അതുപോലെയാണ് യൂണിവേഴ്സ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളായിട്ട് പല കാര്യങ്ങളും മാറ്റിയെടുക്കേണ്ടതുണ്ട് അവിടെ. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളത് നേടാനായിട്ട് ശ്രമിക്കുക. അയ്യോ അതിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നും പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഈ പറയുന്ന ചിലവർ എന്താ പറയുക, ചാത്തൻ അല്ലെങ്കിൽ ബ്ലാക്ക് വഴികളിലൂടെ ആ പേഴ്സണെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതുണ്ട്. സോ അങ്ങനെ ഒരു കുറച്ച് എനർജീസ് കാണിക്കുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു എഫക്റ്റ് നന്നായിട്ട് കാണുന്നുണ്ട്. അത് ഇങ്ങോട്ട് കിട്ടിയതാണെങ്കിലും അത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതാണെങ്കിൽ, കൊടുക്കുക മീൻസ് ഈ ഒരു ബ്ലാക്ക് വേയിൽ അവരെ അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന രീതിയിലേക്ക് ചില ആൾക്കാർ പ്രയത്നിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അങ്ങനെയല്ല യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. നിങ്ങളാൽ പറ്റും ആ ഒരു പേഴ്സണെ ഇങ്ങോട്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് കൊണ്ടുവരാനായിട്ട്. അത് ആ ഒരു കാര്യം അങ്ങനെ അയ്യോ എൻ്റെ അടുത്ത് നകന്നു പോയി ആ ഒരു പേഴ്സൺ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് കരഞ്ഞ് ഓരോ ദിവസവും കരഞ്ഞ് തള്ളി നിൽക്കുന്നവരുണ്ട്, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ പറയുന്ന രീതിയിലൂടെയൊക്കെ പ്രയത്നിക്കുന്നവരെയും കാണിക്കുന്നുണ്ട്. ബ്ലാക്ക് എനർജിയിലൂടെയൊക്കെ ഒന്ന് തിരികെ പിടിക്കാനായിട്ടൊക്കെ കാണിക്കുന്നവരും ഉണ്ട് സ്വയം. സോ അങ്ങനെ ഒന്നല്ല യൂണിവേഴ്സ് ഇവിടെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അത്യാവശ്യം ഈ കരച്ചിലൊക്കെ ഒന്ന് നിർത്തി, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് നന്നായിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് തിരികെ വരാനായിട്ട് നിങ്ങൾ ഇങ്ങനെയല്ല പ്രയത്നിക്കേണ്ടത്, നല്ല രീതിയിലൂടെ അതിനെങ്ങനെ തിരിച്ചെടുക്കാം, മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടുക, സ്പെൽ വർക്കുകൾ അത് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ ഹീലിംഗ് എന്ന് പറയുന്നത് എഗൈൻ ആൻഡ് എഗൈൻ വരുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് കേട്ടോ. ഇവിടെ കുറേ പേർക്ക് ഇവിടെ കർമ്മ തന്നെയാണ്, കഴിഞ്ഞ ജന്മം ഈ ചെയ്തവരുടെ, നിങ്ങൾ അവരോട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾ അവരോട് ചെയ്തതിൻ്റെ കർമ്മ ബാക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ആ കർമ്മ ബാക്ക്, ആ കർമ്മ നിങ്ങളുടെ കാർമിക്കായിട്ടുള്ള ബാഗേജസ് അവിടെ ഹീലാക്കി കളഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ തിരികെ കിട്ടുന്നുണ്ടായിരിക്കുക. വൺസ് നിങ്ങൾ ഹീലിംഗ് കഴിഞ്ഞ് ആ ഒരു കാര്യങ്ങളെല്ലാം ഹീലിംഗ് ആയതിനു ശേഷം നിങ്ങൾ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ആ വ്യക്തിയായിട്ട് തന്നെ പതുക്കെ മാറി ഇങ്ങോട്ട് തിരികെ വന്നോളും. സോ അതാണ് കർമ്മ. അതിന് ഈ നിങ്ങളുടെ കാർമിക്കായിട്ടുള്ള ബാഗേജസ് നിങ്ങൾ ക്ലിയർ ആവാതെ എങ്ങനെയൊക്കെ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും അവിടെ ഒരു വ്യത്യാസം വരാനായിട്ട് പോകുന്നുണ്ടായിരിക്കില്ല. കരഞ്ഞിരിക്കുക മാത്രമേ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ, പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, വഴിപാടുകൾ നേരുന്നുണ്ടായിരിക്കും, അതിനൊന്നും ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. ആ ഒരു കർമ്മ അവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള റിസൾട്ട് കിട്ടുക? കാർമിക്കായിട്ടുള്ള ബാഗേജസ്